കരിഷ്മ, ഇന്ന് നമുക്ക് രണ്ടുപേരൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ അശ്വിൻ്റെ അടുത്ത് അമ്മ ഞാൻ പറഞ്ഞു, അമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഭയങ്കര തിരക്കാണ്, ഷൂട്ടൊക്കെയാന്ന് പറഞ്ഞു. ആദ്യം വന്ന് ഇവിടെ വേദി ഫുൾ ഓളം ഉണ്ടാക്കി. ഇപ്പൊ അമ്മയും കൂട്ടി വീണ്ടും ഓളം ഉണ്ടാക്കാൻ അശ്വിനും അമ്മയും കൂടെ എത്തിയിട്ടുണ്ട്. അന്ന് എന്താ ഇപ്പൊ വിളിച്ചപ്പോ അശ്വിന് വരാൻ ഭയങ്കര നാണമായിരുന്നു. എന്താ ഇത്ര നാണം? എപ്പോഴും കയറി ഇറങ്ങിയ പ്രശ്നമാണ്. പക്ഷേ യൂട്യൂബിലെ എല്ലാ പ്രേക്ഷകർക്കും അശ്വിനെ കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ ഇത്ര വൈറലായത്. എന്തോ ഒരു ആരാധകരുണ്ടെന്നറിയോ? ആരാധികമാർ അല്ല അതുണ്ട്. അല്ല ആരാധികമാർ ഒരുപാട് കാത്തിരിക്കുന്ന കാണാൻ. എപ്പോഴും കണ്ട ചിലപ്പോ ഭ്രാന്താവും. നല്ല രസമല്ലേ? ആരാധകരെ ശാന്തരാകും. അശ്വിനെ ഒരുപാട് ആരാധികമാരുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതാ. അപ്പൊ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, ഒന്ന് പിടിച്ച് കെട്ടിക്കണ്ടേ? ഇപ്പൊ ഇല്ല, അവന് ചേട്ടനുണ്ട്. ചേട്ടനുണ്ടല്ലോ. അല്ലെ ഞാൻ പ്രഷർ ചെലുത്തിയിരുന്നു, പക്ഷെ നടന്നില്ല, ഏറ്റില്ല. എന്താ പറഞ്ഞു? ഞാനിത് ദിവസം കൊടുക്കുന്ന പ്രഷറാ. അല്ല, പ്രഷറിൻ്റെതല്ല. കാരണം അവന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു വേദിയിലൊക്കെ വന്ന് നിൽക്കാൻ സാധിച്ചത്. അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടൊക്കെ പോട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് ലൈഫ് ലോങ് പോകും, അതിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. അത് വേണം. അല്ല, ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അവൻ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണത്. ആ അവസരത്തിൽ കുറെ മുന്നോട്ട് പോകട്ടെ. കാരണം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതിന് വേണ്ടി ജീവിക്കാന്നൊക്കെ പറയല്ലോ. അങ്ങനത്തെ ഒരാളായിരുന്നു. അശ്വിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങള് ഒരു വിഷമം വന്നാൽ ആദ്യം തുറന്ന് യൂട്യൂബിൽ അടിച്ചു വെക്കുന്നത് അശ്വിൻ ആൻഡ് അമ്മ അടിച്ചു വെക്കുന്നത്. അവിടെയും തേച്ച് എന്നെ ഇഷ്ടല്ലേ? അവിടെയും തേച്ച് എന്നെ ഇഷ്ടം. കുടുംബം ഫുള്ള് തക്കാണ്. അതെ. അല്ല, കരിഷ്മ പരിപാടി കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് വിടുമ്പോ അടുത്ത ടീം അവിടെ എന്താണെന്ന് അറിയണമെന്ന്. അതല്ല കരിഷ്മ, ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് നോക്കിയപ്പോ ഈ അശ്വിൻ അവിടെ മാറി ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ അമ്മയ്ക്ക് ചുറ്റും ആൾ കൂടി സെൽഫി എടുക്കുന്നു. അശ്വിനിപ്പോ സെൽഫി എടുക്കാൻ ആളില്ല. അപ്പൊ കോള് വന്നിട്ടേ അവൻ മാറി നിന്ന് കോള് ഫ്യൂച്ചറിലെ സിനിമ നടന്നില്ല, ഇപ്പോഴേ സിനിമയിലുണ്ട്. അത് അശ്വിനെ സംബന്ധിച്ച് അശ്വിന്റെ ആ ടാലന്റ് എടുത്തു പറയേണ്ടതാണ് കരിഷ്മ. കാരണം ആ എയർപോർട്ടിലൊക്കെ ആ ഒരു സംഭവം ഞാൻ ചിരിച്ച് മറിഞ്ഞു കേട്ടോ. എത്ര തവണ കണ്ടെന്ന് പോലും അറിയില്ല. പുതിയ സിനിമാ വിഷയങ്ങൾ ഇപ്പൊ ജനുവരി മുതൽ നല്ല വർഷമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ബേസിലിന്റെ കൂടെ കണ്ണുകടോളം അണ്ടകടാഹം ചെയ്ത സിനിമ 27 റിലീസാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരി 10 സുരാജേട്ടൻ്റെ കൂടെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ എങ്കിലും ചന്ദ്രികയെ റിലീസാണ്. അത് കഴിഞ്ഞത് നമ്മുടെ സക്രയുടെ പടം, സക്രയൊക്കെ സുഡാനി ഫ്രം നൈജീരിയ ചെയ്ത അവരുടെ കമ്മ്യൂണിസ്റ്റ് വെച്ച അതടുത്തത് തുടങ്ങാൻ പോകുന്ന പരിപാടി പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലം നടയിൽ. അത് 8-ാം തീയതി തുടങ്ങും. അതെ. അമ്മയുടെ സിനിമയുടെ ലിസ്റ്റ് ഒന്ന് പറയാമോ? പെട്ടെന്ന് പറയാൻ പറ്റും. ഞാൻ കുഞ്ഞു വേഷങ്ങളാണ്. അത് കുറെ മുന്നേ ഒക്കെ ചെയ്തതാണ്. ഞാൻ രാജസേന സാറിന്റെ ഇന്നാണ് കല്യാണം എന്ന പടം ചെയ്തു. അത് ഇതിൽ വരുന്നതിന് മുന്നേ ആയിരുന്നു. പിന്നെ വിഡ്ഢികളുടെ മാഷ്, ഓട്ടർഷ, മധുരം, ഇങ്ങനെ 4 പടത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ ഓഡീഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഈ പല പ്രേക്ഷകർക്കുള്ള ഒരു പരാതി എന്താ പറയുക, നിങ്ങളെ രണ്ടുപേരെ കാണാറുള്ളൂ, അച്ഛനെ നിങ്ങൾ ഔട്ടാക്കിയോ? ഇത് ഞാനും ചോദിക്കുന്ന ചോദ്യമാണ് അമ്മയുടെ അടുത്ത്. ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കണം, അല്ലാതെ എന്നെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ എപ്പോഴും നടക്കരുത്. എനിക്ക് ഈ ഒരു സ്വാതന്ത്ര്യം തരണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അച്ഛൻ എനിക്കറിയില്ല, അച്ഛൻ ഇപ്പോൾ വീട് വിട്ട് പോയെന്നൊക്കെ അറിയുന്നത് എനിക്കറിയില്ല. കേട്ടറിവുള്ളൂ, കണ്ടിട്ട് കുറേ കാലമായി. അതാ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അതെന്റെ കുഴപ്പം കൊണ്ടല്ല, ഇവൻ വീട്ടിൽ നിൽക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇവനെ ഞാൻ അങ്ങനെ പോലും കാണുന്നില്ല. ഇവൻ ഫിലിമിന്റെ വർക്കായിട്ട്. അപ്പൊ അതാ പറഞ്ഞ ഈ ചാനലിൽ പരിപാടി ചെയ്യുന്നത് കുറയ്ക്കണങ്ങളേ. നിങ്ങളാ പരിപാടി ചെയ്യുന്നത് കുറച്ചിട്ട് നിങ്ങൾ അച്ഛനെ നോക്കി അച്ഛൻ്റെ അടുത്തൊക്കെ നിങ്ങളിടയ്ക്ക് ടൂറൊക്കെ പോകും അച്ഛനും കൂടെ. അല്ലല്ല, ഞങ്ങള് ടൂറൊക്കെ പോവാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം അതെന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കിട്ടുന്നിടത്തോളം കാലം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. നമ്മുടെ നിർമ്മൽ പാലാഴിയൊക്കെ ഇവിടെ വന്നിരുന്നു. നിർമ്മൽ പാലാഴിയൊക്കെ നിങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ഉണ്ണി ചെറുവത്തൂരൊക്കെ അമ്മയുടെ ഫാനാണ്. രാവിലെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കലോത്സവത്തിന്റെ വൈബും ഇവരുടെ അമ്മയുടെയും മകന്റെയും വൈബും ഫുൾ കലോത്സവം ഓളായിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇന്ന് പരിപാടിയുടെ? ഇന്ന് പരിപാടി മോൻ പറഞ്ഞ മാതിരി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ കയറി വരുമ്പോൾ ഇതിങ്ങനെ TV-യിൽ ഇരുന്നാണ് എല്ലാ പരിപാടിയും കണ്ടോണ്ടിരിക്കുന്നത്.
അല്ല പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ടി വിയിലുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ഒരു മനുഷ്യരില്ലെന്നേ. ആകെ ഭയങ്കര സങ്കടമാണ്. നിങ്ങൾക്കൊക്കെ ചുറ്റും ആള് കൂടുന്നുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ മലയാളി പ്രേക്ഷകരും നല്ല അല്ലാത്തവരും തന്നെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് അശ്വിൻ്റെ അമ്മ എന്നാണ്. അല്ല, എനിക്ക് പേരറിയത്തില്ലായിരുന്നു. അമ്മയുടെ പേര് എനിക്ക് അറിയില്ല. സത്യത്തിൽ എനിക്ക് അറിയില്ല. അശ്വിൻ്റെ അമ്മ എന്നേ അറിയത്തുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് അറിയാം. അങ്ങനെ ഒരു യോഗ എനിക്ക് ഇത്രയും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ അമ്മയെ തേക്കുകയാണ്. അമ്മ പറയണ അടുത്തടുത്ത് ട്രോൾ ആവാൻ തന്നോണ്ടിരിക്കും. ഇതിപ്പോ എത്ര 10 മിനിറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് അമ്മ ഇത് പറയും. 15ാമത്തെ മിനിറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയത് മാറ്റി പറയും. എനിക്ക് ശീലവും. ഒരിക്കലുമില്ല, സന്തോഷമുള്ളൊരു കാര്യമാണ്. മകൻ്റെ പേരിൽ അറിയപ്പെടാൻ സാധിച്ചു. അതും ഈ പ്രായത്തിൽ. നമ്മൾ കുഞ്ഞിൽ മുതലേ വീട്ടിൽ നിന്ന് ഡാൻസായിട്ടും നാടകമായിട്ടും ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അന്നൊന്നും തന്നെ എനിക്ക് ഇത്രയുമേൽ അറിയപ്പെടാൻ സാധിച്ചില്ല. ഇതിപ്പം എല്ലാവരും നമ്മളെ നെഞ്ചിലേറ്റിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ പ്രേക്ഷകർക്ക് കൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു നമ്പർ കാണിക്കാൻ പറ്റുമോ? ചെറുത് മതി. നമ്പർ പറയാൻ അമ്മ കാണിക്കും. അമ്മ മോഹൻലാലിന്റെ ഒക്കെ സൗണ്ട് വെറുതെ പറയാണ്. മോഹൻലാലിന്റെ സൗണ്ട് എടുക്കും. ഞാൻ അനൗൺസ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ഞാനൊരു അസൈൻമെന്റ് തരാം. നിങ്ങൾ കേരള വിഷൻ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ആവുന്ന അശ്വിൻ പ്രസന്റർ, അമ്മ റിപ്പോർട്ടർ പ്രസന്റർ. അതായത് ഞാനിപ്പോ ഇവിടെ നിന്ന് തള്ളുന്നില്ലേ ഇന്ന വേദിയിൽ ഇന്ന ആള് ചെയ്ത്, അപ്പൊ ഞാൻ ബാക്കി ഇങ്ങനെ പറയാം. അപ്പൊ അമ്മ അവിടെ ടൈമിലാണത് വേണ്ടത്. അല്ല, മൈക്ക് അമ്മയ്ക്ക് കൊടുക്കാം. ഞാനാണ് ആദ്യം പറയണ്ടത്. അതെ. ഞാൻ എന്താ പറയണ്ടേ? ഇപ്പൊ കലോത്സവ വേദിയിൽ നിൽക്കുകയാണ്. കലോത്സവ വേദിയിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. സ്റ്റുഡിയോയിൽ നിൽക്കുകയാണ്. ഞാൻ റിപ്പോർട്ടറാണ്. റിപ്പോർട്ടറല്ല, പ്രസന്ററാണ്, വാർത്താ അവതാരകൻ. അമ്മ റിപ്പോർട്ടർ. അപ്പൊ എങ്ങനെയായിരിക്കും അത്? പഠിച്ചോനെ. നമസ്കാരം, ഞാൻ അശ്വിൻ വിജയൻ, 23 വയസ്സ്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, ഉത്തര നക്ഷത്രം. ഞാനിപ്പോൾ നിൽക്കുന്നത് 61ാമത് കലോത്സവം നടക്കുന്ന കോഴിക്കോട് വിക്രം മൈതാനത്തിലാണ്. അല്ല, ഞാനല്ലല്ലോ നിൽക്കുന്ന ആളമ്മല്ലേ. എന്താണ് ശ്രീരജനി അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീരജനി ഇപ്പോൾ നിൽക്കുന്നത് 61ാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന വിക്രം മൈതാനി നഗരത്തിലാണ്. നമ്മളുടെ പ്രതിനിധിയാണ് ശ്രീരജനി. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കൂ നമ്മുടെ കേരള വിഷൻ ന്യൂസിന് വേണ്ടി. അശ്വിൻ, ഇവിടെ പിന്നെ എല്ലാ സ്റ്റേജുകളിലും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിങ്ങനെ വിവിധ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനപ്രവാഹമാണ് ഇവിടെ. വളരെയേറെ സപ്പോർട്ടോടു കൂടിയാണ് എല്ലാ കോഴിക്കോടൻ ജനതകൾ മൊത്തമായിട്ട് നമ്മുടെ ഈ വേദിയിനടുത്തുണ്ട്. ഒരുപാട് സന്തോഷകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശ്രീരജനി, എന്താണ് ഊട്ടുപുരയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കി പറയാമോ? ശ്രീരജനി, എന്താണ്, എത്ര വിഭവം ആണ് ഒരുക്കിയിരിക്കുന്നത്? ഏറ്റവും കലോത്സവ വേദികളെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് ഊട്ടുപുര എന്ന് പറയുന്നത്. എന്താണ് ഊട്ടുപുരയിലെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ഊട്ടുപുരയിൽ വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ശ്രീരജനി, ഓരോ വിഭവങ്ങളും എടുത്തു പറയുമോ പ്ലീസ്? എടുത്തു പറയാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരെന്തെല്ലാമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പറയട്ടെ, നിന്നോട് പ്രസന്റ് ചെയ്യാനല്ലേ പറഞ്ഞത്, മാട്രിമോണിയുടെ പരസ്യം ചാനൽ. അതിന്റെ ഇടയ്ക്ക് അതും കൂടെ തള്ളിയല്ലേ? അത് വളരെ മനോഹരമായി തന്നെ ഞങ്ങളെ ഏറെ ചിരിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. പൈസ തരണോ? അത് കരിഷ്മ പൈസ പ്രൊഡ്യൂസർ. അപ്പൊ അവളുടെ നിന്ന് മേടിച്ച പൈസ. അപ്പം രണ്ടുപേർക്കും വളരെയധികം നന്ദിയുണ്ട്. കേരള വിഷൻ ന്യൂസിനൊപ്പം ഇത്രയും നേരം പങ്കുവച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.